ഹലോ വ്യൂവേഴ്സ്, എല്ലാവരും സുഖമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊരു പുതിയ ഒരു വെറൈറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ ഉച്ചയ്ക്കൊക്കെ ഭക്ഷണം കഴിക്കുന്ന അരിയുണ്ടല്ലോ, റെഡ് റൈസ്, ചുമന്ന അരി, അതെടുത്തിട്ട് അതിൽ നിന്ന് ഒരു കപ്പ് എടുത്തിട്ട് ഞാനത് നല്ലവണ്ണം വെള്ളത്തിൽ ഒരു 4 പ്രാവശ്യമെങ്കിലും കഴുകണം. അതിൻ്റെ ആ റെഡ് കളറൊക്കെ പോയി കിട്ടിയിട്ട് നല്ലൊരു 4 പ്രാവശ്യം കഴുകിയ ശേഷം നല്ല വെള്ളത്തിലും ഞാനത് ഓവർനൈറ്റ് ഫുള്ളായിട്ട് രാത്രി മുഴുവൻ അത് കുതിരാനായിട്ട് വെക്കുക കേട്ടോ. അപ്പം ഞാനിത് രാവിലെ എണീറ്റിട്ട് ഞാൻ പിന്നെ അത് ആദ്യം തന്നെ ആ വെള്ളം, നല്ല വെള്ളമല്ലേ, അത് പിന്നെ ഞാൻ ഉടനെ തന്നെ അങ്ങ് ഫിൽട്ടർ ചെയ്യുകയാണത്. ആ വെള്ളം മാത്രം കളഞ്ഞാൽ മതി. പക്ഷേ ആ നനവോടുകൂടി തന്നെ നമ്മൾ ആ കുതിർന്ന അരി മിക്സിയിലിട്ട് നമ്മൾ നല്ലോണം പൊടിച്ചെടുക്കുക കേട്ടോ. പുട്ടിനൊക്കെ പൊടിക്കുന്ന പോലെ കുറച്ച് തരിതരിയായി. നമ്മളിത് അരിക്കൊന്നുമില്ല, നമ്മൾ അരിപ്പയിലിട്ട് അരിക്കൊന്നും വേണ്ട, അതിൻ്റെ ആവശ്യമേ ഇല്ല. നമ്മൾ പുട്ടിന് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. നല്ലോണം കുതിർന്നിരിക്കുന്ന അരിയാണ്, അതുകൊണ്ട് ഇത് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി. നമ്മൾ ആ നനവോടുകൂടി തന്നെ പൊടിക്കണം. അപ്പോൾ ഞാൻ 1 കപ്പ് അരി കുതിർത്തത് 2 പ്രാവശ്യമായിട്ടാണ് ഇട്ട് ഞാനങ്ങ് അത് അരച്ചെടുക്കുന്നത്. നല്ലോണം അത് അരച്ചെടുക്കണം കേട്ടോ. അതിൻ്റെ അകത്ത് ഒരു ശകലം മാത്രമേ തരിതരിയൊക്കെ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ നമ്മളത് അരിപ്പയിലിട്ട് അരിക്കുന്നില്ലല്ലോ. പിന്നെ ഞാനിപ്പോൾ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ കണ്ടോ നല്ല പൗഡറായിട്ട് വന്നിട്ടുണ്ട് ആ റെഡ് റൈസ്. എന്നിട്ടിപ്പോൾ ഞാനത് ഒരു പുട്ടുണ്ടാക്കാൻ പോകണം. ആദ്യം തന്നെ ഒരു ചെറിയ പുട്ടിൻ്റെ അച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ തേങ്ങ ഇട്ട് കഴിഞ്ഞ ശേഷം കുറച്ച് ആ പൗഡർ, അരി പൗഡർ, നമ്മളതിന് ഈ കുഴയ്ക്കൊന്നും വേണ്ട, അത് ഓൾറെഡി വെറ്റായിട്ട് തന്നെ ഇരിക്കണം. നമ്മൾ ഉപ്പിട്ട് തന്നെയാണ് അത് അരച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഉപ്പിടണം കേട്ടോ. ഉപ്പിട്ടിട്ടാണ് അരച്ചിരിക്കുന്നത് ഞാൻ. നമ്മൾക്ക് ആവശ്യമുള്ള ഉപ്പ് അതിൻ്റെ അകത്ത് ഇട്ടിട്ട് വേണം നമ്മൾ അരയ്ക്കാനായിട്ട്. അധികം ഇടരുത്, കുറവായിട്ട് ഇടരുത്. നമുക്കറിയാമല്ലോ, ഒരു മീഡിയം, 1 കപ്പിന് ഒരു 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ ഇട്ടാൽ മതി നിങ്ങൾ. ഇത് ഞാനതിപ്പോൾ ഒരു കുക്കറിലാട്ടോ ഞാനത് വെച്ചിരിക്കുന്നത്. ഒരു ചെറിയ കുക്കർ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മേലെ ഞാൻ ആ പുട്ട് വെച്ചിട്ട് ഞാനങ്ങ് വേവിച്ചെടുക്കാൻ പോകാം കേട്ടോ. അതിനകത്ത് നല്ല തേങ്ങയൊക്കെ നല്ലോണം നിറച്ചിട്ടുണ്ട്. ഇത് ചെറിയ പുട്ടിൻ്റെ അച്ചാണ്. ഇനി ഞാനിത് വലിയ പുട്ടിൻ്റെ കുറ്റി എടുത്തിരിക്കുകയാണ്. അതിൽ ഞാൻ അടുത്ത വേറൊരു പാത്രത്തിൽ ഈ ഒരു പുട്ടുണ്ടാക്കാൻ പോകാം കേട്ടോ. തേങ്ങയൊക്കെ ഇട്ട് കഴിഞ്ഞ ശേഷം ഒരു അരഭാഗം നിറച്ചാൽ മതി. അരഭാഗം നിറച്ച് കഴിഞ്ഞ ശേഷം പിന്നെ വീണ്ടും നമ്മൾ തേങ്ങ ഇടണം. ആദ്യം തേങ്ങ ഇട്ടു, പിന്നെ ഇനി ഒരു അരഭാഗം നമ്മൾ നിറയ്ക്കുക. എല്ലാവർക്കും പിന്നെ അറിയാവുന്ന കാര്യമാണ്, നമ്മുടെ പുട്ടിന് പിന്നെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് തേങ്ങ ഫില്ല് ചെയ്ത് കഴിഞ്ഞ ശേഷം പിന്നെയും നമ്മൾ ഈ പൗഡർ ഇട്ട് കഴിഞ്ഞ ശേഷം നമ്മൾ വേവിച്ചെടുത്താൽ മാത്രം മതി. പുട്ട് നമ്മളൊക്കെ വേവിക്കുന്ന പോലെ വേവിച്ചെടുത്താൽ മതി. പെട്ടെന്നങ്ങ് ഉണ്ടാക്കാം കേട്ടോ. ഇൻസ്റ്റൻ്റായിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കാം. അത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ്. നമ്മൾ കറിയൊക്കെ കൂട്ടി കഴിച്ചാലോ, ചിക്കൻ കറിയോ അല്ലെങ്കിൽ കടലക്കറിയോ എന്തെങ്കിലുമൊക്കെ മുട്ടക്കറിയോ എന്തെങ്കിലുമൊക്കെ കൂട്ടി കഴിക്കുക, അല്ലെങ്കിൽ പഴം വെച്ച് കഴിക്കാം. നല്ല ടേസ്റ്റാണത്. അപ്പം ഞാനിത് എല്ലാം നല്ലോണം ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി അവസാനം തേങ്ങ ഇട്ടിട്ട് ഞാനത് നല്ലോണം വേവിക്കാൻ വെക്കാൻ പോകണം കേട്ടോ. നല്ല പുട്ടിനൊക്കെ നമ്മളിങ്ങനെ വേവിക്കില്ല, അതേപോലെ തന്നെ നമ്മളങ്ങ് വേവിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതിൻ്റെ മേലെ തേങ്ങ ഇട്ടു. ഇനിയിപ്പോൾ ഞാൻ വേറൊരു ചെറിയൊരു പുട്ടിൻ്റെ പാത്രം വെച്ചിട്ടുണ്ട്. അത് അടുപ്പത്തിൽ നിന്ന് തിളയ്ക്കുന്നുണ്ട് ആ വെള്ളം. അതിൻ്റെ മേലോട്ട് ഈ പുട്ടിൻ്റെ കുറ്റി അതിനകത്തോട്ട് വെച്ച് ഞാനങ്ങ് വേവിച്ചെടുക്കുക കേട്ടോ. ഇത് എളുപ്പമല്ല നമുക്ക് ചെയ്യാനായിട്ട്. അരി പൊടിക്കുകയും വറക്കുകയും ഒന്നും വേണ്ട. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് വേഗം ഒരു പുട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ആ റെഡ് റൈസ് വെച്ചിട്ട് നമ്മൾ വേഗം ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കിയാൽ മതി. ആ ചുമന്ന അരിയുടെ ആ ടേസ്റ്റ് ഒരു നല്ല ഒരു ടേസ്റ്റാട്ടോ അത് കഴിക്കാനായിട്ട്. അതായത് ആ വെന്ത് കഴിഞ്ഞു, ആ ചെറുത് വെന്ത് കഴിഞ്ഞു, പിന്നെ ആ വലുതും വെന്ത് കഴിഞ്ഞു. ഞാനിപ്പോൾ എടുക്കാൻ പോകാം കേട്ടോ. അതോ എല്ലാവരും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ ശേഷം എൻ്റെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതിൽ ആ ലൈക്ക് ബട്ടൺ ഉണ്ടല്ലോ, അതൊന്ന് പ്രസ് ചെയ്യണേ.
സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എല്ലാവരും ദയവ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും വീണ്ടും ഓരോരോ പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. ചൂടോടുകൂടി തന്നെ നമുക്ക് ആ പുട്ട് നമുക്ക് കഴിക്കാം. പഴം കൂട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും കറികൾ കൂട്ടി കഴിക്കാം. ഒരു ഡിഫറെൻ്റ് ആയിട്ടുണ്ട് പുട്ടാണ്. വേഗം നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. അധികം സമയം ഇതിന് വേണ്ട. പെട്ടെന്നൊന്ന് ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അത് ഉണ്ടാക്കിയെടുക്കാം. വേഗം മിക്സിയിലിട്ട് പൗഡർ ചെയ്തിട്ട് വേഗം ഉണ്ടാക്കിയെടുത്താൽ മാത്രം മതി. അതിനധികം സമയമൊന്നും വേണ്ട. എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് റെഡ് റൈസ് പുട്ട്. എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിക്കോളൂ. Thank you viewers. Thank you for watching my video.